ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ ഈസാ, ഞങ്ങളിതാ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, സമൂഹമേ, നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ. അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആജ്ഞപ്രകാരം 70,000-ൽ പരം ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചുകൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അവരിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവരുമായ അല്ലാഹുവേ, അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവരുമായ അല്ലാഹ്, ലാ മറളാ ലാ മറളാ. ഈ ഇസ്രായേലി ജനതയിലെ ഇക്കൂട്ടർക്ക് നീ രോഗം നൽകരുത് റബ്ബേ, ഇവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കണേ അല്ലാഹ്. മഹാനുഭാവൻ ദുആ ചെയ്ത് തീരേണ്ട താമസം 70,000-ൽ പരം ആളുകൾക്ക് പരിപൂർണമായി ശിഫ നൽകിയെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം. അദ്ദേഹം വിശദീകരിക്കുന്നു, എവിടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഏതാണ് ഈ നാമം? യാ ഹയ്യ് യാ ഖയ്യൂം അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാർ. ഇങ്ങനെ തുടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്നയിൽ 99 നാമങ്ങളിൽപ്പെട്ട നാമമാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഭയങ്കര എഫക്റ്റ് ആണ് ദുആയിൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ബഹുനിരാകുന്ന മർഹൂം ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദുആയിൽ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു. ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമാണ്. ആരാണിത് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ഒരു ദുആയിന് ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ദുആ ചെയ്യാൻ ഉറപ്പായിട്ടും ഉത്തരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. കുറച്ചുകൂടെ ഒന്ന് കയറിയിരിക്കാവോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ കസേരയായിട്ട് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വന്നു. ബാക്കിൽ തടസ്സമാവുണ്ടോ വഴി? ഒഴിവുള്ള കസേരയിലേക്ക് ഒന്ന് കയറിയിരുന്നോളി. മുമ്പിൽ ഒഴിവുള്ളതിലേക്ക് കയറിയിരുന്നോളി. ബാക്കിൽ ഒഴിവ് വന്നോട്ടെ, വിഷയമില്ല. അപ്പൊ ആളുകൾക്ക് സൗകര്യമാണ് വന്നിരിക്കാൻ. ഒരു കസേര പോലും വിടവിടരുത്. ഷറഫുദ്ദീൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും.
എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാനും ദുആയിൽ ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് തന്നോ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി മനസ്സിലാക്കണം. അത് വേറെ വിഷയമാണ്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആര് മുഖേനയാണ്? മലക്ക് മുഖേനയാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭധാരണമുണ്ടായി. അല്ലാഹു മലക്കിനെ പറഞ്ഞയച്ചു. ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി, റൂഹ് നൽകി. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണ്. അപ്പൊ ആളുകൾ വലിയ പ്രശ്നമാക്കി. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. വന്നുകൊണ്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഹാറൂന്റെ സഹോദരിയെ മറിയം ബീവിയെ, നീ എന്ത് പ്രവൃത്തിയാ ചെയ്തത്? നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത്. അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി. ഈ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് പറയാൻ തുടങ്ങി. കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്ക് വന്നുകൊണ്ട് റൂഹ് ഊതുക അസംഭവ്യമാണ്. അതിനും സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കാൻ, ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു ഖാദിറാണ്, കഴിവുള്ളവനാണ്. അതിന് അല്ലാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. കാരണം മറിയം ബീവി റളിയല്ലാഹു അൻഹ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല, പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരുന്നു. കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് പോലും ഒരു അന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത, പരിപൂർണമായ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ, പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്ക് വന്നുകൊണ്ട് ഊതി, അവർ ഗർഭം ധരിച്ചു. അവസാനം നാട്ടുകാര് മുഴുവൻ പ്രശ്നമായി, കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ആര്? സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തു മറിയം എന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പഠിക്കാനാണ് സഹോദരൻ, ശരിക്കും മനസ്സിലാക്കാൻ. അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചിട്ടു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ വന്ന് ഉമ്മായെ കുറ്റപ്പെടുത്താൻ, മറിയം ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു. നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു, എന്താണ് സംഭവം, ആരാണ് ഞാൻ, ലോകത്തോട് വിളിച്ചു പറയാ. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا وجعلني مباركا أينما كنت أوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ സംസാരിച്ചതായ 4 പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി പറഞ്ഞതായി അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്,
ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, അല്ലാഹു എനിക്ക് ഇഞ്ചീൽ എന്ന ഗ്രന്ഥത്തെ നൽകുകയാണ്. വജഅലനി നബിയാ, അല്ലാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വജഅലനി മുബാറക ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെയെല്ലാം ബറക്കത്താണ്. വജഅലനി മുബാറക, അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി. ആര് പറഞ്ഞു? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. ഐനമാ കുന്തു, ഞാൻ എവിടായിരുന്നാലും ബറക്കത്താൻ, തൊട്ടതൊക്കെ പൊന്നാവും. സുബ്ഹാനല്ലാഹ്. ഈസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല. എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ്. പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു. എന്താ കാരണം? ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ. മുഫസ്സിരീങ്ങൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് ബറക്കത്ത്. പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്ത് പറഞ്ഞത്? അത് സാഹചര്യം ഉണ്ടായി. കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂജസാൻ, കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക്. എല്ലാവരും ഇങ്ങനെ ബറക്കത്തുള്ള നബിയാണ്. മൂസാ നബി ബറക്കത്തുള്ള നബിയാ, ഈസാ നബി ബറക്കത്ത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഒരാളെ പറഞ്ഞാൽ മതി, അതിൽ നിന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ കാരണം ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും. ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്. പടച്ച റബ്ബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് ബാധിച്ചതായ ആളുകളെ, സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫയാണ്. കുഷ്ഠരോഗവും പാണ്ട് ബാധിച്ച ആളുകളൊക്കെ വലിയ കൂടുതലുള്ള ആളുകളായിരുന്നു ഈസാ നബിയുടെ കാലക്കാലം. അവരൊക്കെ കോത് തടവല് മതി. ആരുടെ? ഈസാ നബിയുടെ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈയൊന്ന് സ്പർശനം കൊടുത്താൽ പൂർണ്ണ ശിഫയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിനാണ് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഈസാ നബി ദുആ ചെയ്തു. എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള നാമം വെച്ച് കുഷ്ഠരോഗം മാറി. അവിടെ ഇമാമികൾ വിശദീകരിക്കുന്നുണ്ട്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ രോഗശമനം കിട്ടിയത്. ഒന്ന്, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള അല്ലാഹുവിന്റെ ബറക്കത്തുള്ള നാമം ഉച്ചരിച്ചതിന്റെ കാരണത്താൽ രോഗം ശിഫയായി. മറ്റൊന്ന്, ഇത് ഉച്ചരിച്ച വ്യക്തി ആരാണ്? ബറക്കത്തുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് രോഗം ശിഫയായി. രണ്ട് കാര്യം. നമ്മൾ യാ ഹയ്യ് യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശിഫയായിക്കോണമെന്നില്ല. കാരണം എന്താ? ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് മാറി എന്നിട്ട് സീരിയൽ മാറ്റി കളിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം കളി. അപ്പൊ പിന്നെ എന്ത്? യാ ഹയ്യു. അപ്പൊ പിന്നെ നമ്മൾ ബറക്കത്തായില്ല. നമ്മുടെ സ്വഭാവം റെഡിയാക്കണം. നമ്മുടെ നിസ്കാരങ്ങൾ ചിട്ടയാവണം. നമ്മുടെ ഇബാദത്തുകൾ കണിശമാകണം. നമ്മൾ റജബിലും ശഅബാനിലും ബറക്കത്ത് കിട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് റജബിലും ശഅബാനിലും എന്ത് ചോദിക്കാൻ പറഞ്ഞത്? ബാരിക്കലനാ ബാരിക്കലനാ ബാരിക്കലനാ, ഞങ്ങൾക്ക് ബറക്കത്താ അല്ലാഹുവേ ബറക്കത്താ ചോദിക്കാൻ പറഞ്ഞു. ആര് ചോദിച്ചു? റജബ് ഇപ്പൊ ഇന്ന് 6 കഴിഞ്ഞു. എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ സ്വന്തത്തെ പറ്റി ചിന്തിക്കാൻ. നമ്മളിൽ എത്ര പേർ, എത്ര സഹോദരങ്ങൾ, എത്ര സഹോദരിമാർ സ്വന്തമായി ബറക്കത്ത് തേടിയിട്ടുണ്ട് ഈ റജബ്? ഇത്രയും ദിവസമായി ഒറ്റയ്ക്കിരുന്നിട്ട് ഈ ദുആ ആര് ചെയ്തിട്ടുണ്ടാവില്ല. ായിരുന്നപ്പോ ആമീൻ പറഞ്ഞു. അത് തന്നെ വക്കത്തിന് പള്ളിയിൽ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അള്ളാഹ് ഇപ്പോഴാണ് അറിഞ്ഞത് റജബ് എത്തിയത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവും. ആമീൻ പറയും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, യാസീനിൽ ബഹുമാനപ്പെട്ടവരാകുന്ന രണ്ട് മഹത്തുക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണ് യാസീനിൽ പറയുന്ന ചരിത്രം. ആരുടെ ചരിത്രം? ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളുടെ ചരിത്രമാണ്. ആരാണ് അനുയായികൾ? ഒന്ന് ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും. മുമ്പ് നല്ലോണം കേൾക്കുമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? നിങ്ങൾ നല്ല ഒച്ചത്തിലൊക്കെ ബഹുമാനം കൊടുക്കുന്നവരായിരുന്നു, ഇപ്പൊ പുറകോട്ട് പോകുന്നുണ്ട്. ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, ഇമാം മത്താ റളിയല്ലാഹു അൻഹു, രണ്ടും വലിയ മഹാന്മാരാണ്. ക്രൈസ്തവർ അവരെ വിളിക്കുന്നത് പത്രോസ് മത്തായി എന്നാണ്. മത്തായി സുവിശേഷം കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവൂല. പത്രോസ് മത്തായി, അതാണ് ആര്? ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, വലിയ മഹാന്മാരാണ്. എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച നമ്മുടെ ഇടയിൽ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന സ്വഹാബികളാണല്ലോ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതേപോലെ ഈസാ നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചവരും അവരുടെ കൂട്ടത്തിലുള്ള സഹാബത്തിൽ പ്രമുഖരുമാണ് ആര്? ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു. ഈ മത്താ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനുഭാവന്റെ ശിഷ്യന്മാരാണ് ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയുന്നത്. എവിടെ? സൂറത്തുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ലേ? മക്സലമീന, തംലീഖ, മർതൂനസ്, നൈനൂനസ് എന്ന് തുടങ്ങിയിട്ട് ആ നായയുടെ പേര് ഖിത്മീർ എന്നെഴുതുന്ന ആ നായയുടെ പേരടക്കം നമ്മുടെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ റൗണ്ട് ചെയ്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലെ കാവലിന് വേണ്ടി എഴുതി വെച്ചിട്ടില്ലേ? കാവല് കിട്ടുമെന്നാണ്. അവരുടെ പേരുകൾ ഇങ്ങനെ എഴുതി, നാമങ്ങൾ എഴുതിയിട്ടാണ് അത് ചെറിയ കോപ്പി എടുത്തിട്ട് നമ്മളൊക്കെ കൊണ്ടുവന്ന് എവിടെ വെച്ചിട്ടുണ്ട്? എല്ലാവരും മിക്കവരും അവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട്. ചിലർക്ക് എന്താന്ന് പോലും അറിയാൻ വരാ, സാധനം കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് സ്പോട്ടിൽ വെച്ചിട്ടുണ്ടോ? അങ്ങനെ ആളുകളാണ്. അത് ഈ മഹാന്മാരുടെ പേരുകളാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ പേരാണ്. അവരുടെ ചരിത്രമാണ് എന്തിൽ പറയുന്നത്? സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹു അൻഹു. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. മത്താ എന്ന് പറഞ്ഞ ആരാ? ഈസാ നബിയുടെ രണ്ടാമത്തെ ശിഷ്യനാണ് ബുത്റുസ് മത്താ. മത്തായി സുവിശേഷം എന്ന് പറയുന്നില്ല, അത് തന്നെ. പക്ഷെ സ്വഹാബത്താണ്, വലിയ മഹാന്മാരാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു? ഉറക്കം വരുന്നുണ്ടോ? ഇവിടെ സ്റ്റേജിൽ തന്നെ ഉറങ്ങുന്നു. അത് ഉറക്കം. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. വണ്ടി പോകുന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും ഈസാ നബിയുടെ അനുയായികളാണ്. ഈസാ നബി പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? അന്താക്കിയ എന്ന് പറയുന്ന ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവരെ പോയി ദീനി ദഅവത്ത് നടത്തി, അവരോട് പോയി ദീനി ദഅവത്ത് നടത്തി അവരെ എല്ലാം വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരും, ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി പറഞ്ഞു വിടുക. ഇവർ രണ്ടുപേരും പോയി, ഇമാം ബുത്റുസും മത്തായും. ഇത് എവിടെ പറയുന്ന ചരിത്രമാണ്? യാസീൻ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിൽ പറഞ്ഞ ചരിത്രം. യാസീന്റെ ചരിത്രമായി പറയുന്നു. അതാ പഠിക്കണം. നമ്മൾ കുറെ നാളായിട്ട് യാസീൻ ഓതുന്നുണ്ട്, ഇതുവരെ യാസീന്റെ ചരിത്രം പഠിച്ചിട്ടില്ല. യാസീന് പറയുന്ന ചരിത്രം ഈ മഹാന്മാരുടെയാണ്. ഈസാ നബിയുടെ അനുയായികളാകുന്ന ഇമാം ബുത്റുസ് മത്താ റളിയല്ലാഹു അൻഹുയുടെ ചരിത്രമാണ് യാസീൻ.
ശരിക്കും ശ്രദ്ധിക്കണേ. ഇവര് രണ്ടുപേരും നേരെ അന്താക്കിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് ചെല്ലുമ്പോ ആ നാടിന്റെ കവാടത്തിൽ തന്നെ ആരുണ്ട്? ആ നാട്ടിലുള്ളവർക്ക് വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകുന്നതായ പ്രായം ചെന്ന ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന വ്യക്തി അവിടെയുണ്ട്. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരെ നന്നാക്കാൻ പോവാ. എന്ത് പറഞ്ഞു? അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി വേണ്ടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പറയാൻ പോവാ. ഏകദൈവ വിശ്വാസം പുൽകണം. ഇവരിപ്പോ കല്ലിനെയൊക്കെ ആരാധിക്കുന്നവരാണ്. ആ കല്ലിനെ മുള്ളിനെ ആരാധിക്കുന്നതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അവരോട് നിർദ്ദേശിക്കാൻ പോവാ. അപ്പൊ ഹബീബുൻ നജ്ജാർ എന്ന പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പോകരുത്, കാരണം അങ്ങോട്ട് പോയാൽ അവർ നിങ്ങളെ കൊന്നുകളയും. ആ നാട്ടിലുള്ളവരൊക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. അവർക്ക് വിഗ്രഹങ്ങൾ വർഷങ്ങളായി നിർമ്മിച്ചു നൽകുന്നത് ഞാനാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ അവസ്ഥ എനിക്കറിയാം. നിങ്ങൾ ഏകദൈവ വിശ്വാസം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അവരാരും വിശ്വസിക്കില്ല. അപ്പൊ ഇവര് പറഞ്ഞു ഇല്ല, പോയേ പറ്റുള്ളൂ, ഞങ്ങൾ പോകണമെന്ന് നിർദ്ദേശമാണ്. ഈസാ നബിയുടെ അനുയായികളാണ് ഞങ്ങൾ, ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരാണ് ഞങ്ങൾ, ഞങ്ങളെ പറഞ്ഞയച്ചത് ഈസാ നബിയാണ്, ഞങ്ങൾ ദീനി ദഅവത്തിന് വേണ്ടി പോവാൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയും. നിങ്ങളുടെ കഴിവ് എന്തൊക്കെയുണ്ട് അത് എന്നോട് പറയും. അപ്പൊ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുത്റൂസ് റളിയല്ലാഹു അൻഹു അത്താ റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറഞ്ഞു ഈസാ നബിക്ക് എന്തെല്ലാം കഴിവുണ്ടോ ആ കഴിവുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഏതാ ഈസാ നബിക്കുള്ള കഴിവേതാ? കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ ശിഫപ്പെടുത്തും. മാത്രമല്ല മരിച്ചുപോയതാകുന്ന ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് നൽകിയിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള കഴിവാർക്കുണ്ട്? ഈസാ നബിക്കുണ്ട്. അത് ഞങ്ങൾക്ക് കഴിയും. മാത്രമല്ല വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെ പറ്റി വിളിച്ചു പറയാൻ ഈസാ നബിക്ക് കഴിയുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം വിളിച്ചു പറയാനുള്ള കഴിവും ഈസാ നബിക്കുണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്താ? മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നു, കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ള ആളുകളെ ശിഫപ്പെടുത്തുന്നു. മാത്രമല്ല ഫുഡ് കഴിച്ചിട്ട് വന്ന ആള് ഇങ്ങനെ സ്കാൻ ചെയ്യും. സ്കാനറാണ് ആള് ഈസാ നബി അലൈഹി. സ്കാൻ ചെയ്തിട്ട് പറയും ആചാര്യ 3 പത്തിരി, പിന്നെ ഇച്ചിരി മട്ടന്റെ കറി, പിന്നെന്താ ഉള്ളത്? പിന്നെ നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട്, വേറെന്താ ഉള്ളത്? ഒരല്പം ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. എന്തെല്ലാം കഴിച്ചോ അതെല്ലാം ഇങ്ങനെ പക്കായിട്ട് വിളിച്ചു പറയും. ഒക്കെ ചവച്ചരച്ച് തിന്ന സാധനങ്ങളാണ്. പക്ഷെ ആളെ ഇങ്ങനെ നോക്കിയിട്ട് സ്കാൻ ചെയ്ത് പറയും. ആര്? ഈസാ നബി അലൈഹിസ്സലാം. അള്ളാഹു കൊടുത്ത കഴിവാണ്, ഖുർആനാണ്. ഇന്നലെ ഇപ്പൊ സ്കാനറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടോ, മുഴയുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, എന്തെങ്കിലും കഴിച്ചതിന്റെ ഫുഡിൻ്റെതാകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പോയിസൺ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇന്നിപ്പോ സ്കാനർ ഇറങ്ങിയിരിക്കുക. മുമ്പ് അതൊന്നും വേണ്ട. ഈസാ നബി ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇവൻ ഇന്ന സാധനങ്ങളാ കഴിച്ചത്. അള്ളാഹ് പറയാണ് ഖുർആൻ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന വസ്തുക്കളെയും വിളിച്ചു പറയാനുള്ള കഴിവ് അല്ലാഹു ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പിരിവൊക്കെ എടുക്കുവാണെങ്കിൽ ഹാജിയാർക്കൊന്നും മുങ്ങാൻ പറ്റൂല. കാരണം ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം പറയും ഉമറിക്ക നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപ ഇരിപ്പുണ്ട്, അത് അലമാരിയിൽ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്പോട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓരോരുത്തരെയും വിളിച്ചു പറയും. നിങ്ങൾ ഇന്ന ഭാഗത്ത് കൊണ്ടുപോയി നിധി ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടില്ലേ, ഇത്ര ആഴത്തിൽ അത് കുഴിച്ചു വെച്ചിട്ടില്ലേ, ഒക്കെ വിളിച്ചു പറയുമായിരുന്നു.
മാത്രമല്ല വീട്ടിലുള്ള സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഗോതമ്പ്, അരി, ഏത് സാധനം എല്ലാം അത് എത്ര ഉണ്ടെന്ന് വിളിച്ചു പറയാനുള്ള കഴിവ്, ആളെ നോക്കി പറയുന്ന ശേഷി ഈസാ നബിക്കുണ്ടായിരുന്നു. അപ്പൊ ഇമാം ബുത്റൂസ് മത്താർ റളിയല്ലാഹു അൻഹു ഈസാ നബിയുടെ ശിഷ്യന്മാരാ. അവര് പറഞ്ഞു, ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത എല്ലാ കഴിവും ഞങ്ങൾക്കുണ്ട്. അത് പറ്റുമോ? ഒരു നബിക്ക് കിട്ടിയ കഴിവൊക്കെ അവരുടേതാകുന്ന സ്വഹാബത്തിലും ഉണ്ടാകുമോ? ഉണ്ടാവുമെന്നാണ്. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. വിശുദ്ധ ഇസ്ലാമിന്റെ ഉസൂൽ ഖായിദയാണത്. എല്ലാ അമ്പിയാക്കൾക്ക് അമാനുഷികമാകുന്ന കഴിവിലൂടെ നൽകുന്നതാണല്ലോ മുഅ്ജിസത്ത് എന്ന അറബിയിൽ പറയുക. ഔലിയാക്കൾക്ക് അവരുടേതാകുന്ന അമാനുഷികമായ കഴിവിലൂടെ നൽകുന്നതിനാണ് കറാമത്ത് എന്ന് പറയുക. അമ്പിയാക്കൾക്ക് അമാനുഷികമായ കഴിവിലൂടെ നൽകുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തെന്ന നിലയ്ക്ക് ഉണ്ടാവാം. ഇല്ലൽ ഖുർആൻ, ഖുർആൻ എന്ന മുഅ്ജിസത്താകുന്ന അമാനുഷിക ഗ്രന്ഥം ഒഴിച്ച്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം നൽകപ്പെട്ട ഗ്രന്ഥമാണ്. വേറെ ഒരൊറ്റ ഒന്നും ഒരാൾക്കും ഉണ്ടാവുകയില്ല. ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവാം, ഖുർആൻ മാത്രം ഉണ്ടാവുകയില്ല. ബാക്കി അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട സർവ്വ കഴിവും ഔലിയാക്കൾക്കുണ്ടാവാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. അതുപോലെ ഇന്നലെ കവർ നൽകപ്പെട്ടിട്ടുള്ളത് എല്ലാവരും നല്ലൊരു സദഖ ആ കവറിലേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊടുക്കും. അള്ളാഹു സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും സാധൂകരിക്കുമാറാവട്ടെ. ആമീൻ പറയും. بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله محمد رسول الله تاه قلبي مذ أتيت واديا قاف ما تابع بداد طه تاليا لتالي لا إله إلا الله മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ നൽകുന്ന സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ഏവർക്കും നീ നസീബാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ 20 വർഷമായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഈ മജ്‌ലിസിലുണ്ട്. പ്രത്യേകമായി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പ്രവാസ ലോകത്ത് നീ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് വന്നു ചേർന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നീ ഖൈർ ബറകാത്തുൽ ചൊരിയണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ളതിൽ വർധനവ് നൽകണേ അല്ലാഹ്. സർവോപരി ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അന്ത്യം വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. അപ്പൊ ഇമാം ബുത്റൂസ് റളിയല്ലാഹു അൻഹു മത്താർ റളിയല്ലാഹു അൻഹു ഈ രണ്ടുപേരും പറഞ്ഞു, ബഹുമാനപ്പെട്ട ഈസാ നബി എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവാകുന്ന പ്രവാചകർക്ക് നൽകപ്പെട്ട സർവ്വ കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോ ആ നാട്ടിലുള്ളതാകുന്ന സർവർക്കും വിഗ്രഹങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഹബീബുൻ നജ്ജാർ എന്ന വ്യക്തി പറഞ്ഞു, എങ്കിൽ എന്റെ കൂടെ വരും. എന്റെ വീട്ടിൽ 24 വയസ്സുള്ള എന്റെ മകൻ വീട്ടിലുണ്ട്. സുഖമില്ലാതെ കിടക്കാൻ, ജനിച്ച അന്ന് മുതൽ തളർന്ന് കിടക്കാൻ, എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ തന്നെ കടർന്ന് മലമൂത്ര വിസർജനം നടത്തുക. അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുകയും നടത്തുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ മതത്തിൽ ഞാനായിരിക്കും ആദ്യം മെമ്പർഷിപ്പ് എടുക്കുക. ഇമാം ബുത്തൂസ് റളിയല്ലാഹു അൻഹു മത്താർ റളിയല്ലാഹു അൻഹുമയും പറഞ്ഞു, എങ്കിൽ ശരി, നമുക്ക് പോകാം. അങ്ങനെ രണ്ടുപേരും പോയി. എങ്ങോട്ട് പോയി? ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ പ്രായമുള്ള മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി. അയാളാണ് നാട്ടുകാർക്ക് മുഴുവൻ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. വീട്ടിൽ ചെന്നു, കാണിച്ചു കൊടുത്തു. 24 വയസ്സുള്ള മകനാണ്. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കടന്ന കിടപ്പിലല്ലാതെ എഴുന്നേറ്റിട്ടില്ല. അവിടെ തന്നെ കടന്നിട്ടാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. ഇവനൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തണം, നടത്തണം, അത്രയല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിഷയം എന്താ? വിഷയ യാസീനല്ല. വിഷയം എന്താ? ബറക്കത്ത്. ബറക്കത്തുള്ളതാകുന്ന നബിയുടെ കൈപിടിച്ച് ഇസ്ലാം മതം പുൽകിയ വ്യക്തിയാണ് ആര്? ഇമാം ബുത്തൂസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നേരെ ആ കുഞ്ഞിന്റെ വലത്ത് തലയിലേക്ക് കയ്യങ്ങോട്ട് വെച്ചു. തല മുതൽ ഇങ്ങനെ കാല് വരെ ജസ്റ്റ് ഒന്ന് തടവി വിട്ടു. യാസീനാണ്. സുബ്ഹാനല്ലാഹ്. കുഞ്ഞ് എഴുന്നേറ്റിരുന്നു. കുഞ്ഞ് എഴുന്നേറ്റ് നടന്നു. വാപ്പ ഉമ്മ എന്നൊക്കെ ഒന്ന് വിളിക്കാൻ തുടങ്ങി. അവരുടേതാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഹബീബുൻ നജ്ജാറിന് ഭയങ്കര സന്തോഷം. ഓടി വന്നു. അദ്ദേഹം പ്രായമായ മനുഷ്യൻ വിറയാർന്ന കൈ കൊണ്ട് ബുത്തൂസ് റളിയല്ലാഹുവിന്റെ കൈക്ക് പിടിച്ചു, കരം പിടിച്ചു, ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈസാ നബിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി. സഹോദരൻ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ രണ്ടുപേരും പോയി അന്താക്കിയ നാട്ടുകാരെ നന്നാക്കാൻ ദീനി ദഅവത്തുമായി പൊയ്ക്കോ. എന്ത് സഹായവും ഞാൻ ചെയ്തു തരും, ഞാൻ പുറകെ വരാം. അങ്ങനെ ബഹുമാനപ്പെട്ടതാകുന്ന ബുത്തൂസ് മത്താർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും എങ്ങോട്ട് പോയി? അന്താക്കിയ നാട്ടിലേക്ക് ദീനി ദഅവത്തിന് വേണ്ടി പോയി. സൂറത്ത് യാസീൻ. യാസീൻ അറിയില്ലേ? بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذا جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم مرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കാൻ മുത്തുനബിയോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അന്താക്കിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ദീനി ദഅവത്തുമായി കടന്നു ചെന്നതായ ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായ ഇമാം ബുത്തൂസ് റളിയല്ലാഹു അൻഹുവിന്റെയും മത്താർ റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം ഈ സമൂഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഇദാ അർസൽനാ ഇലൈഹിം മുസ്ലിമീൻ, ആ നാട്ടിലേക്ക് രണ്ടുപേരെ ദീനി ദഅവത്തിന് വേണ്ടി നാം അയച്ചപ്പോ ഫകദബൂഹുമാ, ആ
ആ നാട്ടുകാര് രണ്ടുപേരെയും കളവാക്കുകയാണ്. ആ ജനങ്ങൾ അവരോടായി പറയുകയാണ്, ഇന്നാ തത്വയ്യറനാബിക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ദുർലക്ഷണമായി കാണുകയാണ്, അവലക്ഷണമുള്ളവരായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ നാട്ടിലുള്ള ഐക്യത്തെ തകർക്കാൻ വന്നവരാണ്. ഞങ്ങൾ ഇതുവരെ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരാ. ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒഴിവാക്കി നിങ്ങൾ പറയുന്നതായ അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ ഞങ്ങൾ ഇല്ലേ ഇല്ല. ജനങ്ങൾ ഒന്നടങ്കം തിരിഞ്ഞു നിൽക്കുകയാണ്. അവർ ദുർലക്ഷണമായി ബുത്തുറുസിനെയും മത്തായി പരിചയപ്പെടുത്തുമ്പോ മിൻ അഖ്സൽ മദീന റജുലുൻ യസ്ആ ആ പട്ടണത്തിന്റെ തലക്ക് ഭാഗത്ത് നിന്നൊരു വ്യക്തി ഓടി വരുകയാണ്. അദ്ദേഹം ഓടി ഓടി വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, ഇത്തബിഊ മല്ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ ദീനീ ദഅവത്ത് നടത്തുന്ന ഈ പാവങ്ങളില്ലേ, ഇമാം ബുത്റുസില്ലേ, ഇമാം മത്തായില്ലേ, ഇവർ രണ്ടുപേരും ഈസാ നബിയുടെ അനുയായികളാണ്. ഇവർ സാധാരണക്കാരല്ല, ഇവർ അമാനുഷ്യമാകുന്ന കഴിവുള്ളവരാ. അല്ലാഹു നൽകിയതാകുന്ന വലിയ കറാമത്തിന്റെ അഹ്ലുകാരാണ്. എന്റെ സുഖമില്ലാത്ത മകനേതാ തളർന്നു കിടക്കുന്ന പൊന്നുമോനെ ശിവപ്പെടുത്തിയത് ഇവരാണ്. വഹും മുഹ്തദൂൻ, സന്മാർഗപാതയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ശേഷിയുള്ളവരാണ്. ഇത്തബിഊ മല്ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. വമാ ലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ ജഗന്നിയന്താവായ അല്ലാഹു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. കിഴക്കൻ ചക്രവാളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പില്ലേ, അവനെ ഞാനിതാ ആരാധിക്കുകയാണ്. അവനാണ് ഈ ലോകത്തുള്ള സർവരെയും സൃഷ്ടിച്ചത്. ഫത്തറനീ, അവനാണ് എന്നെ പടച്ചിട്ടുള്ളത്. അവനെ ഞാൻ ആരാധിക്കുകയാണ്. ജനങ്ങളെല്ലാം ദേഷ്യപ്പെട്ടു, ആളുകളെല്ലാം വലിയതാകുന്ന ദേഷ്യത്തിനായി. കാരണം എല്ലാവരും പറഞ്ഞു, അല്ലയോ ഹബീബുൻ നജ്ജാറേ, നീയല്ലയോ ഞങ്ങൾക്ക് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു നൽകിയത്? അവസാനം നീ തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയാണോ? ദുർലക്ഷണമായി ഞങ്ങൾ കാണുന്നതായ മതത്തെ വിശുദ്ധിപ്പെടുത്തുന്നവനായ വ്യക്തിയായി നീ കടന്നു വരുകയാണോ? നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ, ഈ മതപ്രബോധനം ഈ നാട്ടിൽ നിർത്തിയിട്ടില്ല എങ്കിൽ, ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ കല്ലെറിയുന്നതാണ്. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമേ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. പ്രായമേറിയ മനുഷ്യനാണ്, ആ നാട്ടിലുള്ളവരുടെ നേതാവായിരുന്നു. സ്വന്തം കുഞ്ഞിന്റെ രോഗം ശിവപ്പെടുത്തിയ കാരണത്താൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഹബീബുൻ നജ്ജാർ മതം മാറിയതാണ്. പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവർ ദീനീ ദഅവത്തുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആളുകൾ ദേഷ്യപ്പെടുകയാണ്, ബഹുമാനപ്പെട്ടവരെ അടിക്കുകയാണ്, കല്ലെറിയുകയാണ്, ശകാരിക്കുകയാണ്, അദ്ദേഹത്തെ ചവിട്ടുകയാണ്. നഊദു ബില്ലാഹ്. ഒരു വ്യക്തിയുടെ അതിശക്തമാകുന്ന ചവിട്ട് അടിവയത്തിലേക്ക് എത്തിയപ്പോ പൃഷ്ഠഭാഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെതാകുന്ന കുടല് പുറത്തേക്ക് വന്നു അത്രേ. തൽക്ഷണം ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ഷഹീദാവുകയാണ്, മരിക്കുകയാണ്.
وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة فإذا هم خامدون. അതിനാൽ ഉറൂസിന്റെ പവിത്രമായ സമാപന വേദിയിൽ ഒരുമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മഹാരഥന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, പഠിച്ചു വെക്കുന്ന ചരിത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാ. ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യനെ ചവിട്ടിയ അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ആകാശസീമകളിൽ അദ്ദേഹത്തിന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഖീല ദുഖുലിൽ ജന്ന, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. ഹബീബുൻ നജ്ജാറേ, ഇസ്ലാം മതത്തിൽ പുൽകിയവരല്ലേ, വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നതായ വ്യക്തിയല്ലേ, പവിത്രമായ സ്വർഗത്തിനുള്ളിലേക്ക് കടന്നുകൊള്ളുക. ബഹുമാനപ്പെട്ടവർ ആ സ്വർഗത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പറയുകയാണ് ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ ജനങ്ങളെ, എന്റെ സമൂഹമേ, എന്റെ സമുദായമേ, എനിക്ക് എന്റെ പാപങ്ങൾ അഖിലവും അല്ലാഹു പുറത്തു നിന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വജഅലനി മിനൽ മുക്രമീൻ, ബഹുമാനിക്കപ്പെടേണ്ടതായ വ്യക്തിത്വങ്ങളിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിവരമില്ലാത്ത ജനങ്ങളെ ഉൽബുദ്ധരാക്കുകയാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അവിടെ കടന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങൾ പുറത്തു തന്നു, എന്നെ അനുഗ്രഹിക്കപ്പെടുന്നതായ, ബഹുമാനിക്കപ്പെടുന്നതായ വ്യക്തിത്വങ്ങളിൽ അല്ലാഹു എന്നെ ചേർത്തു. എന്തേ കാരണം മുസ്ലിമേ, എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ബറക്കത്തുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം എന്താ? അദ്ദേഹം പിടിച്ചത് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ അനുയായിയുടെ കരമാണ്. ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹുവിന്റെ കരമാണ്. ആ ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മനുഷ്യനല്ല, ബറക്കത്തുള്ള വ്യക്തിയാണ്. ആ ബറക്കത്ത് എങ്ങനെയാണ് ബുത്റസിന് കിട്ടിയത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ കരസ്പർശത്തിലൂടെയാ. സുബ്ഹാനല്ലാഹ്. ഈസാ നബിയോ വജഅലനി മുബാറക ഐനമാ കുന്തു. അല്ലാഹ് പറയുകയാണ് എവിടെ പോയാലും എവിടെ ചെന്നാലും ഞാൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. ആ നാട്ടുകാർക്ക് മുഴുവനും അല്ലാഹു അദാബ് ഇറക്കിയെന്ന ഇൻകാനത്തില്ല സൈഹത്തൻ വാഹിദ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ആ സമൂഹത്തെ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. സൂറത്ത് യാസീൻ. ചുരുക്കത്തിൽ യാസീനിൽ പറയുന്നതും ഒരു മഹാന്റെ ചരിത്രമാണ്. നമ്മൾ ഈ അതിനാൽ ഉറൂസിൽ ഒരു മഹാന്റെ ഉറൂസോടനുബന്ധിച്ച് നിലകൊള്ളുമ്പോൾ യാസീനിൽ പറഞ്ഞതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ ചരിത്രം കൂടി പഠിക്കും. ഷഹീദായ വ്യക്തിയാണ്. എങ്ങനെ ഷഹീദായി? ദീനി ദഅവത്തുമായി കടന്നു വന്നതായ ഈസാ നബിയുടെ രണ്ട് അനുയായികളാകുന്ന ഇമാം ബുത്റുസ് മത്താ റളിയല്ലാഹു അൻഹുമായി കൊണ്ട് വിശ്വസിച്ച് അവരെ ദീനിൽ സഹായിക്കാൻ വേണ്ടി നിലകൊണ്ടപ്പോൾ തന്റെ നാട്ടുകാരുടെ ശത്രുത വെച്ച് അവരുടേതാകുന്ന അടി വാങ്ങി മരണപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. ആര് പറഞ്ഞു? ഖുർആൻ. ഞാൻ പറഞ്ഞത് ഖീല ദുഖുലുൽ ജന്ന. ഖുർആനാ പറഞ്ഞു, യാസീനിൽ.
മരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗം കാണിച്ചു കൊടുത്തു. സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാനുള്ള അവസരവും കിട്ടി. ആർക്ക്? ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്. എങ്ങനെ കിട്ടി? ഒരല്പം മുമ്പ് ആരുടെ കൈക്ക് പിടിച്ചായിരുന്നു? ഈസാ നബിയുടെ അനുയായിയായ ഇമാം ബുത്റൂസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചു. ബറക്കത്താക്കപ്പെട്ട കരം പിടിച്ചു. ആ ബറക്കത്ത് കിട്ടിയതാണ്. ഇസ്ലാം മതം പുൽകി. അപ്പം പ്രവാചകന്മാർക്ക് മാത്രമല്ല ബറക്കത്ത്, പിന്നെയോ പ്രവാചകന്മാരുടെ അനുയായികൾക്കും ആ അനുയായികൾക്ക് ശേഷമുള്ളതായ വ്യക്തികൾക്കും ബറക്കത്ത്. അതിനെപ്പോ ഈ ചരിത്രം പറഞ്ഞു.